ടോമി സെബാസ്റ്റ്യൻ എയർലൈനു ശേഷം ചെസ് നമ്പർ 2 ഗോദയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തള്ളിവിടുന്നത് ഹമാസ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. എന്താണ് വാസ്തവം? ഓക്കെ, അദ്ദേഹം ഈ വാർത്ത വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് ചിലപ്പം പഴയ വാർത്തയായിരിക്കും. അദ്ദേഹം ഈ വാർത്തയും വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെല്ലാം വ്യക്തമായിട്ട് ഹമാസ് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1967 മുമ്പുള്ള ബോർഡറിലേക്ക് പോകാൻ ഞങ്ങൾ റെഡിയാണെന്നും ആ ബോർഡർ വെച്ച് ഒരു സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുമാണ്. ശരി, വാർത്തകളൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ചാർട്ടറെങ്കിലും വായിച്ചൂടെ? 1987 ചാർട്ടറിൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിക്കുന്ന സമയം കൊണ്ട് 2017 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസ് കൊണ്ടുവന്ന ചാർട്ടറെങ്കിലും വായിക്കണ്ടേ? അവരവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ 1967 മുമ്പുള്ള ബോർഡർ വെച്ച് ഒരു സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന്. അപ്പോൾ ഇത്രത്തോളം അണ്ടർ റിസർച്ച്ഡ് ആണോ നിങ്ങൾ ഈ വിഷയങ്ങളിൽ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് ഒരു തേങ്ങയും അറിയാതെ? പിന്നെ ഈ ചെസ് നമ്പർ 2 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ടു ദ സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞതുകൊണ്ട് അത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെന്ന്. ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ വീണ്ടും അലൻ നമ്മുടെ കൂടെ ഉണ്ട്. ഫ്രം ദ റിവർ ടു ദ സീ ഈ മുദ്രാവാക്യത്തെ കുറിച്ച് ആള് പറയുന്നുണ്ട്. അതിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യമായി അതായത് ഹമാസ് രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം 1980-കൾക്ക് ആ കാലഘട്ടത്തിലാണ് ഹമാസ് രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുൻപ് തന്നെ ഈ പറയുന്ന ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയത് അത് പ്രോ പലസ്തീൻവാദികളല്ല, പ്രോ ഇസ്രായേൽ, പ്രോ സയോണിസ്റ്റ് ശക്തികളാണ്. അത് ഉയർത്തിയത് പ്രധാനമായും 1977 രൂപീകൃത 77-ലെ ലിക്വിഡ് പാർട്ടിയുടെ ചാർട്ടറിലാണ് ഈ മുദ്രാവാക്യം ആദ്യമായി കാണുന്നത്. അതായത് മെഡിറ്ററേനിയൻ കടൽ മുതൽ ജോർദാൻ നദി വരെ ഇസ്രായേൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പലസ്റ്റൈൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷന് എതിരായിട്ട് അത്തരം ഒരു സജഷന് എതിരെ തങ്ങളുടെ ഭരണഘടനയിൽ തങ്ങളുടെ ചാർട്ടറിൽ ആദ്യമായി എഴുതി വെച്ച പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് അത് ലിക്വിഡ് പാർട്ടിയാണ്. ആ ലിക്വിഡ് പാർട്ടിയുടെ നേതാക്കളാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ. ഇവര് ആദ്യമായിട്ട് ഇത് പറയുന്നത് ഫ്രം ദ റിവർ ടു ദ സീ ദർ വിൽ ബി ഓൺലി ഇസ്രായേൽ, എററ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്താ പറയാ, അല്ലെങ്കിൽ ആ ഗ്രേറ്റർ ഇസ്രായേലിലെ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് 2 സ്റ്റേറ്റ് സൊല്യൂഷനോ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമോ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെയും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെയും ആ ഒരു എന്താ പറയാ ചാർട്ടറിലെ ആ വരി മാറ്റാനായിട്ട് ലിക്വിഡ് പാർട്ടി തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല ഇവരുടെ ഈ പ്ലാറ്റ്ഫോം, ലിക്വിഡ് പാർട്ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ടുള്ള പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് 1999 പുറത്തു വന്നിരുന്നു. ഈ ഡോക്യുമെന്റിന്റെ ഒറിജിനൽ PDF ഇസ്രായേലിന്റെ പാർലമെന്റ് സൈറ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതില് പലസ്തീനിയൻ സെൽഫ് റൂൾ, അതായത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ച് അവർ പറയുന്നത് അവരതിനെ റിജക്ട് ചെയ്യുന്നു. ജോർദാൻ നദിയുടെ വെസ്റ്റ് ഭാഗത്തായിട്ട് അങ്ങനെ ഒരു ഇതിന് എന്താ പറയാ, അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് രാഷ്ട്രം ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവരതിൽ പറയുന്നുണ്ട്. അപ്പോ ഇവരാണ് ഈ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തുന്നത്. അതിന് ഉള്ളൊരു കൗണ്ടർ എന്ന രീതിയിലാണ് ഫ്രം ദ റിവർ ടു ദ സീ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വരുന്നത്. അപ്പൊ അതിനകത്ത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ലാത്ത മുദ്രാവാക്യം കൊണ്ടുവന്നത് ഇസ്രായേലാണ്. ലിക്വിഡ് പാർട്ടി ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഗ്രേറ്റർ ഇസ്രായേലും, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഉള്ളത് കൂടാണ്ട് ഈ നെയ്ബറിംഗ് അറബ് സ്റ്റേറ്റുകളെ ചേർത്തുകൊണ്ടുള്ള ഈ തിയോഡർ ഹെർസലൊക്കെ സ്വപ്നം കാണുന്ന ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്നത്, അതായത് പഴയ ഇസ്രായേൽ കിങ്ഡം ആ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള അസർപ്പക നോവൽ പോലെ അല്ലെങ്കിൽ അവരുടെ തോറയിൽ പറഞ്ഞിട്ടുള്ള ആ ഇസ്രായേലെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്നവർ ഇന്നും ഇസ്രായേലിന്റെ അകത്തുണ്ട്. അവരിൽ പലരും ഇസ്രായേൽ ക്യാബിനറ്റിലടക്കം അംഗങ്ങളാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഈ ഗ്രേറ്റർ ഇസ്രായേലിന്റെ മാപ്പ് പിടിച്ചുകൊണ്ട് ഒഫീഷ്യലും അൺഒഫീഷ്യലുമായ പരിപാടികളിൽ പങ്കെടുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ നമ്മളെല്ലാവരും ഒരു തവണയല്ല പല പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്ലെയിം എന്ന് പറയുന്നത് 2005 മുതൽ ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ട് പോയി 2006 മുതൽ ഭരിക്കുന്നത് ഹമാസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയണേ 2005 വിട്ടുകൊടുത്തിട്ട് പോവല്ല, വി ആർ എൻഡിങ് ദിസ് ഒക്യുപ്പേഷൻ, ഈ ഒക്യുപ്പേഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നാണംകെട്ട രീതിയിൽ അതിലുപരി ഒരല്പം ഒരു കുറുക്കന്റെ പോലെ ഒരു വളരെ കണ്ണിങ് ആയ രീതിയിൽ അരിൽ ഷാരോൺ അവിടെ നിന്ന് പിൻവലിയാണ്.
അപ്പൊ ടെക്നിക്കലി എന്താണ് പറയുന്നത്, 2005 മുതൽ ഇസ്രായേൽ ഗാസയിൽ ഒക്യുപ്പേഷൻ അവസാനിപ്പിച്ചു. അവസാനത്തെ അനധികൃത കയ്യേറ്റക്കാരനും ഗാസ ഉപേക്ഷിച്ചു പോയി. ഈ അവസാന അനധികൃത കയ്യേറ്റക്കാരൻ പോയതിന് അയ്യോ അവസാന ജൂതൻ ഗാസ വിട്ടു പോയേ എന്ന് പറഞ്ഞ ഒരു പ്രമുഖൻ കൂടി ഇവിടെയുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് ഇവര് പോയതിനു ശേഷം ഗാസ ഫ്രീ ആയോ? ഇതാണ് എന്റെ ചോദ്യം. ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ചോദ്യം. 2006 മുതൽ ഹമാസ് അവിടെ ഭരിക്കുന്നില്ലേ, 2005 മുതൽ ഇസ്രായേൽ അവിടെ നിന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ UN ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഗാസയിലെ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത്, അതായത് 2009-10 സമയത്തൊക്കെ അവിടെ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത്, 2008 സമയത്ത് മുതൽ അവിടെ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഫാക്ട് ഫൈൻഡിങ്ങിനായിട്ട് പോയൊരു ഗോൾഡ് സ്റ്റോൺ റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഈ റിപ്പോർട്ട്, അത് UN ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിലെ പാരഗ്രാഫ് 187, 276 തുടങ്ങി അതുപോലെ 79 തുടങ്ങിയിട്ടുള്ള പാരഗ്രാഫുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അവിടെ ഒരു എന്താ പറയാ ഗാസയുടെ ബോർഡറുകളെ, അത് കോസ്റ്റ് ലൈൻ ആയിക്കോട്ടെ എയർ സ്പേസ് ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ ഒരു ബ്ലോക്കേഡ് വെച്ചിട്ടുണ്ടെന്നും അവിടുത്തെ ഗാസയിലെ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഇസ്രായേലാണെന്ന് UN ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. UN ഈ റിപ്പോർട്ട് മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെ ബാക്കി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അതായത് UN ആയിട്ട് അലൈൻ ആയിട്ട് നിൽക്കുന്ന സംഘടനകളടക്കം തന്നെ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, യൊറാം ഡിൻസ്റ്റീൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഏറ്റവും ലീഡിങ് പേഴ്സണാലിറ്റി ഇന്റർനാഷണൽ ലോ, അതായത് ഇന്റർനാഷണൽ നിയമങ്ങളെ കുറിച്ച് ഇസ്രായേലിലെ ഏറ്റവും ടോപ്പ് വ്യക്തിയാണ് യൊറാം ഡിൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഈ യൊറാം ഡിൻസ്റ്റീന്റെ തന്നെ ഒരു റൈറ്റിംഗ് ഉണ്ട്, ഒരു പേപ്പർ. ആ പേപ്പറിൽ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഓക്യുപ്പേഷൻ ഇസ് നോട്ട് ഓവർ എന്നാണ്. അതായത് സാങ്കേതികമായി ഗാസയ്ക്കകത്ത് ഒരു IDF-ന്റെയോ അല്ലെങ്കിൽ ആരുടെയോ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഗാസയെ നിയന്ത്രിക്കുന്നത്, ഗാസയിലേക്കുള്ള ഈച്ച് ആൻഡ് എവരി അഫെയർ ഇസ് കൺട്രോൾഡ് ബൈ ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്ന ആർഗ്യുമെന്റ്, അതായത് 2005 പോയി ഇത് എന്താ പറയുക അവസാനിച്ചു, 2006 മുതൽ ഹമാസ് ആണെന്ന് പറയുന്നതിന് വലിയ പ്രശ്നമുണ്ട്. ഇപ്പോ ഏറ്റവും ഫൈനലി 2010 ജൂൺ 28 ബ്രിട്ടനിലെ പാർലമെന്റ്, UK പാർലമെന്റിൽ അതിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ, അറിയപ്പെടുന്ന ഒരു കൺസർവേറ്റീവ് ലീഡറാണ് ഡേവിഡ് കാമറൂൺ. ആ ഡേവിഡ് കാമറൂൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഗാസ ഒരു ഓപ്പൺ എയർ പ്രിസൺ ആണെന്ന് അവിടെ സമ്മതിക്കുന്നുണ്ട്. ഗാസ ഒരു ഓപ്പൺ എയർ പ്രിസൺ ആണ്. സോ ഈ ഓപ്പൺ എയർ പ്രിസൺ എന്ന് പറയുന്ന ഗാസ എന്നൊരു വിശേഷണം ഗാസയ്ക്ക് വരുന്നത് ഈ 2005 ഇസ്രായേൽ പോയതിനു ശേഷം അവർ എയർ സ്പേസ് ആൻഡ് വാട്ടർ സ്പേസിന് മുകളിൽ അവർ സൃഷ്ടിച്ച ഒരു ബ്ലോക്കേഡും, അതുപോലെ തന്നെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ, വാട്ടർ, ഇലക്ട്രിസിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു 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 റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, അതായത് തുറന്ന പ്രിസൺ എന്ന് പറയുമ്പോൾ പലരും ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ, ആളുകളൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഒന്നും ഇല്ല, ആളുകൾ ഇങ്ങനെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഓപ്പൺ എയർ പ്രിസൺ എന്നത് കൺസെപ്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടേക്ക് ആ സ്ഥലത്തിന്റെ എല്ലാ അഫെയറുകളും, മർമ്മപ്രധാനമായ എല്ലാ അഫെയറുകളും നിയന്ത്രിക്കുന്നത് മറ്റൊരു കക്ഷിയാണ്. അപ്പൊ ടെക്നിക്കലി ഒക്യുപ്പേഷൻ അവസാനിച്ചിട്ടില്ല എന്ന് UN-ഉം ഇസ്രായേലിലെ തന്നെ ഇന്റർനാഷണൽ ലോയിലെ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ, UK പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടുകൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെനയാവുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ആരുടെ പണിയാണ് മെനയാവാതിരിക്കുന്നതെന്ന്. ഇന്ന് ഇസ്രായേലിൻ്റെ അലൈസ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് ചെയ്യണം എന്ന രീതിയിൽ അവരവരുടെ ഗവൺമെൻറ്റുകളും അവരവരുടെ പാർലമെൻറ്റുകളിലും പ്രവർത്തിച്ചു തുടങ്ങി. ലോകം മൊത്തം സിവിലിയൻ പ്രൊട്ടസ്റ്റുകൾ, പലസ്തീൻ്റെ പക്ഷത്താണ് നീതി എന്ന രീതിയിൽ വെസ്റ്റേൺ ഡെമോക്രസികൾ വരെ ഉണ്ടായി തുടങ്ങി. Och vi ska bygga upp vårt land. Och vi ska bygga upp vårt land. Till socialismen. Till socialismen. Och hela världen kommer att bevittna. Och hela världen kommer att bevittna. നിങ്ങൾ
നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ബാഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന ബോബി ലീ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ പുള്ളി സ്വയം പറയുന്നുണ്ട് ഇസ്രായേലുകാർ ഫ്രീ ആയിട്ട് ഈ ലോകത്തുള്ള പലതരത്തിലുള്ള റൈറ്റ് വിങ് ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബ് സെലിബ്രിറ്റീസിനെയും പോഡ്കാസ്റ്റേഴ്സിനെയും ഒക്കെ ഫണ്ട് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആകെയുള്ള നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തി ആദ്യ ദിവസം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിനെ കുറിച്ച് പുകഴ്ത്തി പറയണം. Israeli government is flying out like celebrities for free out there to do a tour for free, and it's on the house. They fly you first class, the whole thing. And I go, it's free? And they go, yeah, it's not free. Because when you land there, they go, you have to every day tweet positive things about Israel. Yeah. Right? Yeah. And I just felt so uneasy about it. I don't know much about it. I just know that they're in conflict. But I did what they said. It was just basically, Palestinians, Israel's a beautiful country. Yeah, that's probably true. That's true. It is true, but then it's like I had to tag the government in it or whatever. Oh, that's crazy. The Israeli government? Yeah. Oh, fuck. That's weird as shit. Yeah, and it was just like every day it was just nonstop. You were cucking for the Israeli government. Yeah, but I wish I hadn't gone really. ഇത് മാത്രമല്ല, ഇസ്രായേൽ ലോകത്തുള്ള പല ഇൻഫ്ലുവൻസേഴ്സിന് ഇമെയിൽ അയക്കുന്ന എന്നൊരു വാർത്ത വന്നിരുന്നു. ഇസ്രായേലിന് ഒരു ഡിജിറ്റൽ ഡിഫൻസ് ഫോഴ്സ് ഓൺലൈൻ സ്പേസിൽ വേണം എന്ന്. ഈ ഗാസയിൽ നടക്കുന്ന ജനോസൈഡ് വൈറ്റ് വാഷ് ചെയ്യാൻ പ്രസ് ടി വിയിൽ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം, #ഹമാസിസ് ഐസിസ്, #സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡകൾ നമ്മൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെയിലായിരുന്നത്. മാത്രമല്ല ഇതിൽ ഒരു ലൈബ്രറി ഓഫ് എക്സ്പ്ലെയിനർ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ കാര്യങ്ങൾ പറയണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത പണിയുടെ മെന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി. എന്നിട്ടും വളരെ വ്യാപകമായിട്ടുള്ള സിവിലിയൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ആരുടെ പണിയാണ് മെനയാവാതിരിക്കുന്നത്? ഇനിയെങ്കിലും ഫാക്റ്റ് ബേസ്ഡ്, ഹ്യൂമനിസം ബേസ്ഡ് എന്നത് വെറും ടൈറ്റിലിൽ മാത്രമല്ലാതെ പ്രവൃത്തിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേയാതിരിക്കാം. താങ്ക് യു.